കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള സമസ്തല്ല, സംസ്ഥാന പിന്നെ നമ്മൾ ഉണ്ടാക്കിയല്ലേ, കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള പേരിലാണ് ആദ്യം രൂപീകരിച്ചത്. പിന്നെ കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള പേര് വഹാബികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ രൂപീകരണത്തിന് ശേഷം. അത് വ്യാജമായി പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തു. അപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് മാറ്റേണ്ടി വന്നതാണ് സമസ്ത. വാസ്തവത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ മൂലരിങ്ങനെ കൂടി പറയാറുണ്ട്, ഷെയ്ഖുനാ താജുൽ ഉലമ, 2 മൗലാന മർഹൂം കുഞ്ഞറുമുട്ടി മുസ്ലിയാർ. ഇവർ 2 പേരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരണ കാലത്ത് തന്നെ മെമ്പർമാരാണ്. ആദ്യ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സമസ്തയുടെ ചരിത്രം വളരെ വ്യക്തമായി അറിയുന്നവരാണ് ഇവർ 2 പേരും. ആ 2 പേരുമായിട്ടുള്ള ദീർഘ സുഹബത്ത് അതൊക്കെ മനസ്സിലാക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് ആധാരമാക്കി അവരിൽ നിന്ന് കേട്ടത് ആണ് ഞാൻ കുറിച്ചിട്ടുള്ളത്. ഞാൻ കുറിച്ചത് പ്രകാരമുള്ള വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പ്രസിഡന്റ് ആയോ ആയില്ല എന്ന് ചോദിച്ചാൽ ആയെങ്കിൽ ആയി, ആയില്ലെങ്കിൽ ആയില്ല. അപ്പൊ 3ാമത്തെ പ്രസിഡന്റ് ആണോ 4ാമത്തെ പ്രസിഡന്റ് ആണോ എന്ന് വെച്ചാൽ രണ്ടും ശരിയായിട്ട് പറയാം. ഇത്രയുള്ളത് ഹക്കീക്കത്തൻ 3ാമത്തെ പ്രസിഡന്റാണ്, സാങ്കേതികമായി 4ാമത്തെ പ്രസിഡന്റ്. എങ്ങനെയെന്നാല് ആദ്യമായിട്ട് ഈ ഒരു ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്നതൊക്കെ മർഹൂം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിലുള്ള ഒരു സംഘം വഹാബികൾ രൂപീകരിക്കുന്നു ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ. ആ രൂപീകരിക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ്. തമിഴ്നാട്ടിൽ വെച്ച് രൂപീകരിക്കുന്ന ഐക്യസംഘത്തിന്റെ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പക്ഷേ അവിടെ വെച്ച് ഒരാലോചനയും ഇല്ലാതെ കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു പണ്ഡിത സംഘടനക്ക് വഹാബികൾ തീരുമാനിച്ചപ്പോൾ ജംഇയ്യത്തുൽ ഉലമയൊക്കെ രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ കുറെ മൂല്യന്മാരുണ്ട്, ഓലേറ്റ് ചോദിക്കണം എന്ന് പറഞ്ഞ് മൂപ്പരവന്ന് പിരിയാനുണ്ടായത്. ആ ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണത്തിൽ മൂപ്പർക്ക് സമ്മതമില്ല, വിയോജിച്ചിട്ടുണ്ട്, യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. തദടിസ്ഥാനത്തിൽ അദ്ദേഹം ഓടി നടന്നുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് രൂപീകരണത്തിന്റെ ശേഷം പിന്നീട് പേരായി മാറിക്കഴിഞ്ഞ ആ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവർ അന്നത്തെ കാലത്ത് ഉലമാക്കളുടെ അവലംബവും ആലംബവുമായി നിൽക്കുന്നവരും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത്, ബ്രിട്ടീഷ് ഇന്ത്യയാണല്ലോ, ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് വലിയ പദവിയുള്ള ഒരാളുമാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവർകൾ. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ വരക്കൽ എന്ന പേരിൽ ഒരു പ്രത്യേക നിലയും വെസ്റ്റ് ഹിൽ എന്ന ഒരു റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉണ്ടായത് തന്നെ ഈ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ സ്ഥലം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അത്ര ബ്രിട്ടീഷുകാർക്ക് മുസ്ലിങ്ങളിലുള്ള സ്വീകാര്യത കണ്ടുകൊണ്ട് ആദരിക്കാൻ നിർബന്ധിതരായ വ്യക്തിത്വമായിരുന്നു വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. അതായത് നമ്മളെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ അമ്മാവനാണ് ഈ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അറിയുന്ന ആള്. വരക്കൽ മക്കാം അൽഹംദുലില്ലാ ആ സ്ഥാപകരായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവരുടെ മക്കാമിന്റെ അടുത്ത് തന്നെ ഏതാണ്ട് മീറ്ററുകൾ തൊട്ടടുത്തായിക്കൊണ്ട് ഞമ്മക്കൊരാസ്ഥാനം അൽഹംദുലില്ലാ വരാൻ വേണ്ടി പോവുകയാണ്. ഈ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിട്ട് അതിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തകൃതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ആ മഹത്തായ ബർക്കത്തും പൈതൃകവും സമസ്തയുടെ പൈതൃകവും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയാണ് യഥാർത്ഥ സമസ്തയുടെ പാതയിൽ എന്നതിൻ്റെ നമ്മുടെ ആ താല്പര്യവും നമ്മുടെ ആ അവകാശവും അതേ വിധത്തിൽ തന്നെ അള്ളാഹു തആല സാധിപ്പിച്ചു നൽകുന്നതിൻ്റെ ഒരു ചെറിയ അനുഗ്രഹമാണ് ഇത്. അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ. ഈ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ പ്രതി അവരെ അധ്യക്ഷരാക്കി നിർത്തിക്കൊണ്ടാണ് മൂല്യന്മാർ കൂടി ചേർന്നത്. ഇത് 925 എന്നാ ശൈഖുന പറയാം. ലിഖിതമായൊരു ചരിത്രം സമസ്തയെ സംബന്ധിച്ചിടത്തോളം കാര്യവട്ടത്തെ സമ്മേളനം വരേക്കുള്ളതിന് ലഭ്യമല്ല. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതിലും 60ാം വാർഷികത്തിൽ പുറത്തിറങ്ങിയ സ്മരണികയിലും ഇപ്പം പറഞ്ഞ സസ്യശാസ്ത്രം തന്നെ ആ പുസ്തകത്തിലും, അത് 85ാം വാർഷികത്തിന്റെ ഉപഹാര തോന്നുന്നുണ്ട്. ഇത് രണ്ടിലും അത് വ്യക്തമായിട്ടുണ്ട്. കാര്യവട്ടം സമ്മേളനത്തിന് ശേഷമുള്ള ചരിത്രം മാത്രമേ ഉള്ളൂ. കാര്യവട്ടം സമ്മേളനം 940കളുടെ അവസാനത്തിലാണ്, 48കളിൽ 46, 48. ഈ 46ന്റെ ശേഷമുള്ള ചരിത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി ആയിട്ട് വരുന്നതും സമസ്തയിലേക്ക് കടന്നു വരുന്നതും തന്നെ 950ന്റെ ശേഷമാണ്. സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വരുന്നത് 57ലാണ്, 1957. ഇതൊക്കെ സത്യസാക്ഷ്യം തന്നെ നോക്കിയാൽ കാണും. അതൊക്കെ ഓല റെക്കോർഡിൽ തന്നെ കാണാം.
ശൈഖുനാവറുകളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതുമാണ്. അതനുസരിച്ച് ശൈഖുന തന്ന വിവരമാണ് രൂപീകരണത്തിന്റെ ചിത്രം. 25 രൂപീകരിച്ചെങ്കിലും വിപുലമായ ഒരു കൺവെൻഷൻ കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിക്കണം എന്ന് തീരുമാനിച്ച അടിസ്ഥാനത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള സമസ്തല്ല, സംസ്ഥാന പിന്നെ നമ്മൾ ഉണ്ടാക്കിയല്ലേ, കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള പേരിലാണ് ആദ്യം രൂപീകരിച്ചത്. പിന്നെ കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള പേര് വഹാബികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ രൂപീകരണത്തിന് ശേഷം. അത് വ്യാജമായി പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തു. അപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് മാറ്റേണ്ടി വന്നതാണ് സമസ്ത. വാസ്തവത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ മൂലരിങ്ങനെ കൂടി പറയാറുണ്ട്, കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഒന്നു, സമസ്ത പിന്നെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുമായി. 1 നിന്ന് വിട്ടാൽ 3 അവസാനിക്കുന്നതാണല്ലോ, 1 തൊട്ട് 3. അപ്പോ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് സമസ്തയിലെത്തി, സമസ്തയിൽ നിന്ന് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയിലെത്തി എന്നാണ് ശൈഖുനാവറുകൾ വ്യക്തമായി പ്രസംഗിക്കാറുള്ളത്. അപ്പോ അതനുസരിച്ച് ആ രൂപീകരിച്ചതിന്റെ 3ാം സ്റ്റെപ്പിൽ നിൽക്കുന്നത് നമ്മളാണ്. അതേപോലെ തന്നെ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവി 1 തൊട്ട് 3ാമത്തേൽ നിൽക്കാൻ ശൈഖുനാവറുകളാണ് സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ നിയോഗിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. 1 തൊട്ടാ 3 എന്നുള്ളത് അവിടെ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതെങ്ങനെയെന്നാല് നടാട രൂപീകരിച്ച യോഗത്തിൽ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർകളെ ജംഇയ്യത്തുലുമായിട്ടൊരു പ്രസിഡന്റ് എന്ന് അഭിപ്രായപ്പെട്ടെങ്കിലും അദ്ദേഹം തന്റെ പ്രസിഡന്റ് പദവി രൂപീകരിച്ച ഉടനെയുള്ള യോഗത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തോ, അത് കാലം ഇങ്ങനെ പിന്നീട് പെട്ടെന്ന് തന്നെ പറയാൻ ശൈഖുനായിൽ നിന്ന് തീയതി കിട്ടിയിട്ടില്ല, കാലത്തിന്റെ പരിധിയും കിട്ടിയിട്ടില്ല. കാലത്തിന്റെ പരിധി കിട്ടാതെ 4 നൂറ്റാണ്ട് ശേഷം കഴിഞ്ഞ സംഭവത്തെ അതിൻ്റെ ഒക്കെ ശേഷം കേൾക്കുമെന്ന് ഞാൻ എങ്ങനെ പറയും? അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കാലാവധി പറയാൻ കഴിയില്ല. ഒരു പ്രസിഡന്റായി അദ്ദേഹം തുറന്നിട്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല, അതൊരു സത്യമാണ്. പ്രസിഡന്റായി തുറന്നിട്ട് അദ്ദേഹം ഒരു കടലാസ് നടപടിയോ ആ ജംഇയ്യത്തുൽ ഉലമ ഒരു പരിപാടിയോ നടത്തിയിട്ടില്ല. ഉടനെ തന്നെ പ്രഥമ പ്രസിഡന്റായി തന്നെ ബരക്കൽ മുല്ലക്കോയ തങ്ങളെ ഏൽപ്പിക്കുകയാണ് മൂപ്പരെ തന്നെ. പാങ്ങില്ല അങ്ങോട്ട് മൂപ്പരായനെ ഓടിയാണെന്ന്. വരക്കൽ മുല്ലക്കോയ തങ്ങളായതുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതല്ല, മൂപ്പർ അടുത്തേക്കാണ് യോഗം വിളിച്ചത്. മൂപ്പർ വിളിച്ചതിനാണ് ആലിമീങ്ങൾ ഒരുമിച്ച് കൂടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടവരെ പ്രസിഡന്റ് എന്ന് വെക്കുന്നത്. സയ്യിദ് ആയിക്കോട്ടെ എന്ന് വെക്കുന്ന ഇടപാടൊന്നുമില്ല. എന്നാ പിന്നെ അബ്ദുൽ ബാരി തങ്ങളുടെ കാലത്തും സയ്യിദുമാരില്ലേ, ഷെയ്ഖുന താജുൽ ഉലമയുടെ കാലത്തും സയ്യിദുമാരില്ലേ? ആ നോട്ടൊന്നും സമസ്തക്കിലുള്ള. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആലിമാണോ എന്നാ നോക്കുക. മുഷാവറിൽ തന്നെ അങ്ങനെയാ വേണ്ടത് എന്നാണ് നിയമം. പക്ഷെ ആ പറഞ്ഞ കൂട്ടത്തിൽ പറയട്ടെ, ഒരു മുൻഷിമാരൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പറയേണ്ടല്ലോ. അപ്പോ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർകളെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റ് സ്ഥാനം അങ്ങ് ഏൽപ്പിക്കുകയാണ്. തെരഞ്ഞെടുത്ത പ്രസിഡന്റ് സ്ഥാനം അവരേൽപ്പിക്കുന്നു. അപ്പോ യഥാർത്ഥത്തിൽ യോഗം അഭിപ്രായപ്പെട്ട് മൂപ്പരെ പറഞ്ഞെങ്കിലും മൂപ്പർ ആ സ്ഥാനം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ഔദ്യോഗികമായി തന്നെ ഏൽപ്പിക്കുകയാണ്. അതായത് വർക്കിംഗ് പ്രസിഡന്റ് ഒന്നും അല്ല, ഔദ്യോഗികമായി തന്നെ മൂപ്പരാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു. കടലാസുകാരായിട്ട് പരിപാടികളൊക്കെ നടന്നതും സമസ്തയുടെ പേരിൽ എന്തെങ്കിലും ഒരു പരിപാടി നടന്നതും ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന പ്രസിഡന്റ് മുതൽക്കാണ്. ഏറ്റവും കുറഞ്ഞ ആഴ്ചകൾ മാത്രം ഉണ്ടാകാം രണ്ടാമത്തെ കൺവെൻഷനിലേക്ക്, 25 മുതൽക്ക് ഈ പറഞ്ഞ കൺവെൻഷനിലേക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ ഉണ്ടെങ്കിൽ. ഏതായാലും ആ കാലത്തിനിടക്ക് ബഹുമാനപ്പെട്ടവർ പ്രസിഡന്റ് സ്ഥാനം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് നൽകുകയും അവർ 1ാമത്തെ പ്രസിഡന്റായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പ്രവൃത്തിയുടെ 1ാമത്തെ പ്രസിഡന്റ് അവരാണ്. സാങ്കേതികമായി തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ആവുമെങ്കിൽ 4ാമത്തെ പ്രസിഡന്റ് ആകാം. ഔദ്യോഗികമായി ഹഖീഖത്ത് നൽകുകയാണെങ്കിൽ അത് 3ാമത്തെ പ്രസിഡന്റ് ആവുന്നു എന്ന് പറഞ്ഞതാണ് ഞാൻ എഴുതിയത്. അതായത് ശൈഖുനാവറുകൾ പറഞ്ഞിരുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മൗലാന അബ്ദുൽ ബാരി തങ്ങൾ അവർകളാണ്, തങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുമാനത്തിന്റെ തങ്ങളാണ്, അബ്ദുൽ ബാരി അവർകളാണ് പിന്നീടാവുന്നത്. ദീർഘകാലം പ്രസിഡന്റ് അവരാണ്. ആ ദീർഘകാലം കഴിഞ്ഞ് അവർ 966 വഫാത്താകുന്ന ആ സമയത്താണ് ബഹുമാനപ്പെട്ട ശൈഖുനാവറുകൾ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. അപ്പൊ 3ാമത്തെ പ്രസിഡന്റായിട്ടാണ് നടപടിക്രമത്തിൽ മൂപ്പര് വരുന്നത്. വാക്കുകൊണ്ട് പറഞ്ഞെടുത്തു എന്നുള്ള കൂട്ടാണെങ്കിൽ 4ാമത്തെ പ്രസിഡന്റ് പറഞ്ഞോളൂ, അതിൽ വലിയ വിഷയമൊന്നുമില്ല. ഏതായാലും പ്രസിഡന്റായിട്ട് ഔദ്യോഗിക തരത്തിൽ ജീവിച്ചിട്ടുള്ള 3ാമത്തെ പ്രസിഡന്റാണ് ശൈഖുനാവറുകൾ. 3ഓ 4ഓ ആകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നടത്തിപ്പിൽ അവരായി എന്നുള്ളതാണ് ഞാൻ എഴുതിയത്. 1 തൊട്ട് 3 വരിക എന്നുള്ളത് മൂപ്പരയിലും നടന്നിട്ടുണ്ട് എന്ന് കുറയുക എന്ന നിലക്കാണ് ആ വിവരം എഴുതിയിട്ടുള്ളത്. പിന്നെ
സത്യസാക്ഷ്യത്തിൽ തീയതി വെച്ച് പറഞ്ഞു പറഞ്ഞാല് അത് ഓല് തിരിഞ്ഞിട്ട് എഴുതിയൊന്നുമല്ല, രേഖ ഉണ്ടായിട്ട് എഴുതിയുമല്ല. 934 സമസ്ത രജിസ്റ്റർ ചെയ്യുന്നത്. സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത് 934. ഇവർ രൂപീകരിച്ച് അറിയുന്നത് 26. അപ്പൊ 34 ഔദ്യോഗികമായിട്ട് പ്രസിഡന്റ് എന്ന് കൊടുക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. വാസ്തവത്തിൽ അതിൽ എഴുതിയത് എന്താണ്? 925 രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ 26 രൂപീകരിക്കപ്പെട്ട സമസ്തയുടെ ആ ജംഇയ്യത്തിന്റെ ഭരണഘടനയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അന്നത്തെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. അപ്പോ അതുവരെയും മുല്ലക്കോയ തങ്ങൾ ഇനിയെന്ന് വെറുതെ കമ്മട്ടത്തിനാണ് പറയാണ്. അത് പറഞ്ഞ ഒരു പണ്ഡിതനോ അത് പറഞ്ഞു കൊടുത്ത ഒരു രേഖയോ ആർക്കും സമർപ്പിക്കാൻ കഴിയില്ല, ഒരാൾക്കും സമർപ്പിക്കാൻ കഴിയില്ല. അതിന് കഴിയുന്നവരാരും ഇന്നത്തെ സമസ്തയിൽ ഇല്ല തന്നെ. വേറെ ഒരു രേഖ അൽബയാലിനോ മറ്റോ എവിടെയോ കിട്ടൂല. അപ്പൊ ഊഹം മാത്രമാണ് അതിന്റെ അടിസ്ഥാനം. ഏതാണ് ഊഹം? 26 രൂപീകരിച്ചിട്ടുള്ളോ, 34 രജിസ്റ്റർ ഉണ്ട്. അപ്പൊ 33 വരെ, 26 മുതൽ 33 വരെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു എന്ന് പറയാണ്. വാസ്തവത്തിലല്ല, 34 രജിസ്റ്റർ ചെയ്യുമ്പോൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണെങ്കിൽ രൂപീകരിക്കുന്ന സമസ്തയും മൂപ്പരിനെയാണ് പ്രസിഡന്റ്. പ്രഖ്യാപിക്കണത്തിൽ പരക്കൽ മുല്ലക്കോയ തങ്ങൾ വന്നെങ്കിലും ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. പിന്നീട് വഫാത്ത് വരേക്കും അബ്ദുൽ ബാരി തങ്ങൾ പ്രകാരം പാങ്ങിൽക്കാരന് മീൻചന്തലിന്റെ കാര്യവട്ടത്തെ സമ്മേളനത്തെ തുടർന്നാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താവുന്നത്. അതിന്റെ ശേഷം മുതലൊക്കെ മൗലാന അബ്ദുൽ ബാരി, പിന്നീട് ബഹുമാനപ്പെട്ടവരും. പിന്നെ മൂല്യന്മാർക്ക് അതൊന്നും അറിയില്ല. അതുകൊണ്ട് എങ്ങനെങ്കിലുമൊക്കെ യോഗം കൂടുതൽ ഇനി എന്ന് പറഞ്ഞൊരു ഭാഗം മാത്രമാണ് ഇനി അവിടെ ശേഷിക്കുന്നത്. ആ ഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞാല് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് അതൊക്കെ അറിയുന്ന ഒരാളാണ്. മുപ്പര് പൊതുവിൽ അന്നത്തെ പണ്ഡിതന്മാരെ സംബന്ധിച്ചുള്ള നിലയിലൊക്കെ അറിയുന്ന ഒരാളാണ്. അറിയുന്ന ചില ആളുകളും ആ കൂട്ടത്തിലുണ്ട്. എന്നും അങ്ങനെ തന്നെയാണ് സമസ്തയിൽ ഉണ്ടാകുക. ആ ഭാഗമൊക്കെ അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. അറിയുന്നവരായിരിക്കും അതിന്റെ റെക്കോർഡിക്കലായ കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പൊ അവർക്കൊക്കെ അതറിയാം. ആ അറിയുന്നവർ നോക്കിയിട്ടും കാണാതെ ആലിമീങ്ങൾ അതിൽക്ക് കിട്ടാത്തൊരവസ്ഥ വന്നിരുന്നു. അതിൽ മുൻഷിമാരൊന്നുമില്ല. മുൻഷിയാറിന്റെ പരീക്ഷ ഉണ്ടായിട്ട് കുറെ കഴിഞ്ഞിട്ടാണ്. മുൻഷിമാർ എന്ന് പറഞ്ഞിട്ട് തെറ്റായ പ്രയോഗമാണ്. മുല്ലമാര് അങ്ങനെയുള്ളത്. മുല്ലമാര്, മൊല്ല എന്നറിയും നമ്മുടെ നാട്ടിൽ. ആ മൊല്ല അതാണ്. ആ മൊല്ല എന്നറിയണേ അത്തരം മൊല്ലാമാര് 1-2 പേര് 34 രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ തന്നെ ഉണ്ട്. കോഴിക്കോട് മദ്രസകളിലും ഓത്തുപള്ളിയിലും പഠിപ്പിക്കുന്ന മൊല്ലമാര് അതിൽ മുസാബർമാരായി ചേർത്തിരുന്നു. അവരൊക്കെ അന്ന് ദീനീ രംഗത്തുള്ളവരാണ്. 40 ആള് തികയേണ്ട രജിസ്റ്റർ ചെയ്യാനെന്ന് കരുതിയാണ്ട്, രജിസ്റ്റർ ചെയ്യാൻ അത്ര വേണ്ടെങ്കിലും ഈ 34-40 അംഗ മുഷാവറയുള്ള പറയുന്നത്. അപ്പൊ എണ്ണം തേക്കാൻ വേണ്ടി മൊല്ലമാരെ കൊണ്ടൊക്കെ ആയിരുന്നു തേച്ചത്. ശേഖര പറയാറുണ്ട്. അതിന് തെളിവ് 34 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭരണഘടനയുടെ കോപ്പി നോക്കിയാൽ അറിയാം. ആ കോപ്പി കണ്ടെടുക്കൽ സൂക്ഷിപ്പുമുണ്ട്. അപ്പൊ അതിൽ ഈ മൊല്ലമാര് 1-2 പേരുണ്ട്. മുൻഷിമാരില്ല. മുൻഷി പരീക്ഷയ്ക്ക് പിന്നെ വന്നതാണ്. സ്കൂൾ അറബി വന്നതിന്റെ ശേഷം വന്നാണ് മുൻഷിം എന്ന പരീക്ഷയ്ക്ക്. മുൻഷിമാരല്ല, മൊല്ലമാര്. അപ്പോ എങ്ങനെ വന്നാലും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തനത്തിൽ വന്ന യഥാർത്ഥത്തിലുള്ള 3ാമത്തെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ. പ്രഖ്യാപിച്ചത് കൂട്ടിയിട്ട് പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ പരക്കൽ മുല്ലക്കോയ തങ്ങൾ 1ാമത്തെ പ്രസിഡന്റ് ആക്കാം. അങ്ങനെ വന്നാൽ 4ാമത്തെ ആളാണ് ശൈഖുനാ എന്ന് പറയാം. ഇത് രണ്ടും സത്യമാണ്. 3 എന്ന് പറഞ്ഞാലും സത്യമാണ്, 4 എന്ന് പറഞ്ഞാലും സത്യമാണ്. 26 മുതൽക്ക് 33 വരെ എന്ന് സത്യസാക്ഷ്യം എന്നതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അസത്യമാണ്. അതൊരിക്കലും സത്യസാക്ഷ്യമാവില്ല. സത്യസാക്ഷ്യത്തിനെതിരായ ഒരുപാട് അസത്യങ്ങൾ അതിലുണ്ട്. താനും പലതും ഉണ്ട്. കഴിഞ്ഞല്ലോ.